ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് പറഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് ഉണ്ട്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, ബ്രേക്ക് ചെക്ക് ചെയ്യുക, വാട്ടർ സർവീസ്, ചോക്ക് കേബിൾ ചെക്ക് ചെയ്യണം, സൈലൻസറിന് ഗാർഡ് ഫിറ്റ് ചെയ്യാണ്ട്, പൊല്യൂഷൻ ടെസ്റ്റ്, കിക്കർ ഡയറ്റുണ്ട്, ഫ്ലോർ സൈഡ് കവർ റൈറ്റ് സൈഡ് അതും ചെക്കപ്പ്, പെട്രോൾ സ്മെല്ല്, ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് വർക്കായിട്ട് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് കമ്പനി ലൈനറാണ് കിടക്കുന്നത്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ് നമുക്ക് ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാക്ക് വീലിൻ്റെ ഷാഫ്റ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബാക്ക് ടയർ പുതിയ ടയർ കിടക്കണം, ഹബിൻ്റെ ഭാഗത്തും വേറെ പ്രോബ്ലം ഇല്ല കേട്ടോ. ഗിയർ ഓയിൽ ചെക്ക് ചെയ്ത് നല്ല ഓയിലാണ്. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. നമുക്കതിന് ഉപയോഗിച്ചാണ് ഫിൽറ്റർ കിടക്കുന്നത്, കമ്പനി ഫിൽറ്റർ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് സർവീസിൻ്റെ കൂട്ടത്തേക്ക് നമുക്ക് ക്ലച്ച് ഗ്രീസിങ് ഉള്ളതാണ്, അതിന് വേണ്ടി നമ്മൾ അഴിച്ചാണ്. അതിൻ്റെ ബെൻഡെക്സ്, വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. കിക്കർ വീല് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്, അപ്പോൾ കിക്കർ ടൈറ്റിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈറ്റ്, ബ്രേക്ക് പിടിക്കുമ്പോൾ ലൈറ്റ് തെളിയുന്നില്ല, അതിൻ്റെ ഒരു ബൾബിൻ്റെ ഒരു പോയിന്റ് പോയി കാണാം. അപ്പോൾ നമ്മൾ അതുകൂടി കൂടുതലേക്ക് മാറ്റിയിടുന്നുണ്ട് കേട്ടോ. പിന്നെ ചോക്ക് കേബിൾ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ചോക്ക് കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട്, അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ടാക്കാം. കാരണം ഇപ്പോൾ തന്നെ ടൈറ്റാണ്, പിന്നെ അങ്ങോട്ട് പോകുന്തോറും കൂടുതൽ കാണിക്കാനാണ് സാധ്യതയുള്ളൂ. പെട്രോൾ സ്മെല്ലിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ പൈപ്പ്, ഇവിടെ പെട്രോൾ പൈപ്പ് ഇവിടെ പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഇത് കാണിക്കുന്നത്. അപ്പോൾ പെട്രോളിൻ്റെ പൈപ്പ് മാറ്റി പുതിയതിട്ടേക്കാം. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഗ്രീൻ ബുഷ് നമുക്ക് മാറ്റിയിടണം, അത് അത്യാവശ്യം ഓവലായിട്ടുണ്ട്, പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ലിങ്ക് ബുഷ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്തു, കമ്പനി ലൈനർ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്, പുതിയ ലൈനറാണ്. അപ്പോൾ ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഫ്രണ്ടിലത്തെ വീൽ ബാരിങ് ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല, ടയറും അത്യാവശ്യം ആവറേജ് ഉപയോഗിക്കാനുണ്ട്. ശരിക്കും നമ്മൾ ബാക്കിലത്തെ ടയർ മാറ്റിയപ്പോൾ റൊട്ടേഷൻ ചെയ്തിടേണ്ടതായിരുന്നു, ഇനിയിപ്പോൾ നമുക്ക് ചെയ്യൽ നടക്കില്ല, കാരണം ബാക്കിലിട്ടാണ് ടയർ ഫ്രണ്ടിലിടാൻ പറ്റിയ മോഡലല്ല. പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, ആമറോണിൻ്റെ ബാറ്ററിയാണ്, 2022 മോഡൽ ബാറ്ററിയാണ് അത് ഇരിക്കുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊണ്ടുണ്ട്. 12.90 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് വിടുമ്പോൾ 6.67 വരെ ഉണ്ട്. അപ്പോൾ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ് ശരിക്കും സെൽഫിൻ്റെ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നതിൻ്റെ ഒരു റീസൺ ബാറ്ററി മാറ്റി കളയാം, അതല്ലെങ്കിൽ സെൽഫിൻ്റെ ഇപ്പോൾ നിലവിൽ വണ്ടി ഓടി വന്ന് നിൽക്കുമ്പോഴൊക്കെ സെൽഫ് അടിച്ചെടുക്കും, പക്ഷേ രാവിലെയൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ബാറ്ററി കംപ്ലയിൻ്റ് ആണ്, മാറ്റി പുതിയത് വയ്ക്കുക, അതാണ് നമുക്ക് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കയറിയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരണം. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. അതേപോലെ പ്രൊട്ടക്റ്റ് മഫ്ലർ ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ റൈറ്റ് സൈഡിലെ ഈ ഒരു സൈഡ് കവർ പൊട്ടി നിൽക്കുന്നുണ്ട് ഫ്ലോറിൻ്റെ, അപ്പോൾ അതായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് അവിടെ ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് മാറ്റിയിടാം. ഏകദേശം ഒരു 300 താഴേക്കാണ് നമുക്കിന്ന് റേറ്റ് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതും ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് മാറ്റിയിട്ടേക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം, അതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യണേ. ബാറ്ററിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇടണം. വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.